ഹായ് ഫ്രണ്ട്സ്, PSC ഫൈനൽ സൊല്യൂഷൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ശരീരത്തിൻ്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലമാണ് ശരീരത്തിൻ്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. സതേൺ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? സതേൺ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനം കൊച്ചിയിലാണ്. അങ്ങനെയാണെങ്കിൽ സതേൺ എയർ കമാൻഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? സതേൺ എയർ കമാൻഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയെ പറയുന്ന പേരെന്ത്? പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയെ പറയുന്ന പേരെന്ത്? ലാക്ടോസ് എന്നാണ് പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയെ പറയുന്ന പേര്. പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? കേസിൻ. കേസിനാണ് പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ. മറ്റൊരു ക്വസ്റ്റ്യനാണ്, കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്കായ ഏറനാട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്കായ ഏറനാട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്കായ ഏറനാട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്കായ കുന്നത്തൂർ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ് കുന്നത്തൂർ സ്ഥിതി ചെയ്യുന്നത്. നിരന്തരം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് ഏതാണ്? കുന്നത്തൂർ. ആ കുന്നത്തൂർ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. മറ്റൊരു ക്വസ്റ്റ്യനാണ് മീനാക്ഷി കല്യാണം എന്ന ആചാരം നിലനിൽക്കുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയിലാണ് മീനാക്ഷി കല്യാണം എന്ന ആചാരം നിലനിൽക്കുന്ന ജില്ല. അർജുന നൃത്തം എന്ന ആചാരം നിലനിൽക്കുന്ന ജില്ല ഏതാണ്? അർജുന നൃത്തം എന്ന ആചാരം നിലനിൽക്കുന്ന ജില്ല ഏതാണ്? കോട്ടയം ജില്ലയിലാണ് അർജുന നൃത്തം എന്ന ആചാരം നിലനിൽക്കുന്നത്. വേലകളി എന്ന ആചാരകലയ്ക്ക് പ്രചാരമുള്ള ജില്ല ഏതാണ്? വേലകളി എന്ന ആചാരകലയ്ക്ക് പ്രചാരമുള്ള ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയാണ് വേലകളി എന്ന ആചാരകലയ്ക്ക് പ്രചാരമുള്ള ജില്ല. കാക്കാരിശി നാടകം എന്ന ആചാരകലയ്ക്ക് പ്രചാരമുള്ള ജില്ല ഏതാണ്? കാക്കാരിശി നാടകം എന്ന ആചാരകലയ്ക്ക് പ്രചാരമുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ് കാക്കാരിശി നാടകം എന്ന ആചാരകലയ്ക്ക് പ്രചാരമുള്ള ജില്ല. പടയണി എന്ന ആചാരകലയ്ക്ക് പ്രചാരമുള്ള ജില്ല ഏതാണ്? പത്തനംതിട്ട ജില്ലയാണ് പടയണി എന്ന ആചാരകലയ്ക്ക് പ്രചാരമുള്ള ജില്ല. നിരന്തരം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, പടയണി എന്ന ആചാരകലയ്ക്ക് പ്രചാരമുള്ള ജില്ല ഏതാണ്? ഹിമാദ്രിയുടെ ശരാശരി ഉയരം എത്രയാണ്? ഹിമാദ്രിയുടെ ശരാശരി ഉയരം എത്രയാണ്? 6000 മീറ്ററാണ് ഹിമാദ്രിയുടെ ശരാശരി ഉയരം. ഹിമാചലിൻ്റെ ഉയരം എത്രയാണ്? അങ്ങനെയാണെങ്കിൽ ഹിമാചലിൻ്റെ ശരാശരി ഉയരം എത്രയാണ്? 3000 മീറ്ററാണ്. ഇത് ഓർത്ത് വെക്കുക, 3000 മീറ്ററാണ് ഹിമാചലിൻ്റെ ശരാശരി ഉയരം. നിരന്തരം ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്, വൈദ്യുത പ്രവാഹത്തിൻ്റെ യൂണിറ്റ് എന്താണ്? വൈദ്യുത പ്രവാഹത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ആംബിയറാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ യൂണിറ്റ് എന്നറിയപ്പെടുന്നത്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആര്? സമാജം സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ്. എല്ലാ പരീക്ഷയിലും നിരന്തരം ആവർത്തിക്കുന്ന ക്വസ്റ്റ്യനാണ്, ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആര്? മെയിനായിട്ട് പഠിച്ചു വെച്ചേക്കുക, രാജാറാം മോഹൻ റോയ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഭാരതീയ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആര്? ഭാരതീയ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആര്? കേശവചന്ദ്രസൻ. ഭാരതീയ ബ്രഹ്മസമാജം ആരാണ് സ്ഥാപിച്ചത്? കേശവചന്ദ്രസൻ. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.